ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തിന് എന്തുകൊണ്ട് നാം നന്ദിയും സ്തോത്രവും അർപ്പിക്കണമെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും ഞാൻ പ്രസ്താവിക്കും. നിങ്ങൾക്കറിയാമോ, ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയതിലൂടെ അവിടുന്ന് മനുഷ്യരായ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ്. നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നതിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും വെളിപ്പാടും മെച്ചപ്പെടുന്നു. സ്തോത്രാർപ്പണത്തിലൂടെ നാം ദൈവത്തിൻ്റെ നന്മയും കരുണയും അചഞ്ചലമായ സ്നേഹവും കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുന്നു. ഒന്നോർത്തു നോക്കിയാൽ, നാം ഉപവസിക്കുന്നതിന് മുൻപും പ്രാർത്ഥിക്കുന്നതിന് മുൻപേ, അവനെ വിളിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ദൈവം മുൻകൂട്ടി ഒരുക്കുന്നവനാണ്. അവൻ്റെ അവസാനമില്ലാത്തതും നിബന്ധനകളില്ലാത്തതുമായ സ്നേഹത്തിൽ നിന്നാണ് അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും തൻ്റെ കരങ്ങളുടെ ഉള്ളിലായി നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ക്ഷമയും സഹനവും പുനഃസ്ഥാപനവും നിറഞ്ഞതാണ് നമ്മുടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. നമ്മുടെ പാപങ്ങൾ എത്ര കഠിനവും ഇരുണ്ടതുമായാലും അവ യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ കഴുകിക്കളയപ്പെടുന്നു. നമ്മുടെ വിശുദ്ധീകരണത്തിനായി ശുദ്ധ സ്നേഹത്തിൽ ചൊരിഞ്ഞ രക്തമാണത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 5 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ്റെ കഷ്ടം മഹത്തായതും അവൻ്റെ പാടുകൾ ആഴത്തിലുള്ളതുമായിരുന്നു. അതാണ് നമ്മുടെ രോഗശാന്തിക്കും വീണ്ടെടുപ്പിനും പ്രത്യാശയ്ക്കും കാരണമായത്. അതുകൊണ്ട് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ നാം ഒരു നിമിഷം നിൽക്കേണ്ടതില്ലേ? ഇന്നും അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി ഇടപെടുന്നു. ക്രൂശിലെ തൻ്റെ സമ്പൂർണ്ണ ബലിയെയും പൂർത്തിയായ പ്രവൃത്തിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി ഇടപെടുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ നിന്റെ അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളെ സുരക്ഷിതമായി നിന്റെ കരങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിനും നന്ദി. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിനും ജീവനും സൗഖ്യവും നൽകുന്ന ക്രൂശിലെ ബലിക്കും ഞങ്ങൾ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. നിരന്തരം നന്ദിയോടെ ജീവിക്കുവാനും നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനും ക്രൂശിലെ പൂർത്തിയായ പ്രവൃത്തിയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.